ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. രാവിലെ അത്യാവശ്യത്തിനുള്ള ജോലികളൊക്കെ തീർത്ത് കണ്ണമ്മോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. അത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പാറയിലേക്ക് പോയി. തുണിയെല്ലാം വിരിച്ചിട്ട് കയറി വന്നു. അപ്പം നമ്മുടെ വഴിയരികിൽ പൂക്കളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഡിസംബർ മുല്ലാന്നോ ആകാശമുല്ല എന്നൊക്കെ ഈ പൂവിന് പറയൂ കേട്ടോ ഇവിടെയുള്ള ആൾക്കാർ. നല്ല രസമുണ്ട് എന്തായാലും. അവിടെ നിന്ന് കയറി വന്ന മീൻകുളത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ കുഞ്ഞുങ്ങളുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മീനെ പരിപാലിക്കുന്നത് അമ്മയും കണ്ണമ്മോനുമാണേ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ വെള്ളം മാറ്റി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടായത് കാരണം അത് വെള്ളം മാറ്റാനും പറ്റാത്ത അവസ്ഥയായിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാനും മോനും കൂടി മാളൂട്ടിയുടെ പച്ചക്കറിത്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി. അവിടെ കുറേ പയർ, പിന്നെ പാവലം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അവളതൊക്കെ നനച്ചു കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. മാളൂട്ടി എൻ്റെ നാത്തൂൻ്റെ മകളാണ് കേട്ടോ. അവിടെ നിന്ന് വന്നതിന് ശേഷം എൻ്റെ പുത്രൻ ഒരു വാക്കത്തിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നല്ലേ, ഞങ്ങൾ വെള്ളം തിരിക്കാൻ വേണ്ടി പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നതാണ് ആൾ. കയറി പോന്നപ്പോൾ പാറയിൽ ചെമ്പകം പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ചെമ്പകത്തിൽ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കണ്ണമ്മോനും കൂടി വെള്ളം തിരിക്കാൻ പോവുകയാണ്. പിന്നെ കണ്ണമ്മോൻ്റെ ബോഡി ഗാർഡ് ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. മാളൂട്ടിയുടെ പെറ്റാണ് കേട്ടോ കൂടെ ഉള്ളത്. ഞങ്ങൾ അമ്പു എന്ന് വിളിക്കും. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് ഓസെല്ലാം പൊട്ടിച്ച് നോക്കി വെള്ളം ഉണ്ടോയെന്ന്. അപ്പം കുറച്ച് വെള്ളം പോയിട്ട് പിന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും വെള്ളം തിരിക്കാനായിട്ട് പോയി. വെള്ളം തിരിക്കാൻ കുറച്ച് ദൂരം അങ്ങ് പോകണം കേട്ടോ. ഒരു തോട്ടിൽ നിന്നാണ് ഞങ്ങൾ ഓസിട്ടിരിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞൊരു ഓലിയുണ്ട്, അവിടെ നിന്നാണ് ഓസിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ തിരിച്ചു വിട്ടു. പിന്നെ അവിടെ കുറേ പാറയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആ പാറയിലൊക്കെ കയറി മേളിലൊരു കുഴിയുണ്ട്, ആ കുഴിയിലൊക്കെ ഒന്ന് നോക്കി. കുഴിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, മറന്നുപോയി. പിന്നെ കണ്ടോ, ഇത് ാണ് കേട്ടോ. വള്ളിനകത്ത് നോക്കി അന്ന് വന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ടായിരുന്നു വള്ളിയിൽ. പിന്നെ ഈ കാണുന്ന ഒരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ. ഈ ഗുഹ പോലെ ഇരിക്കുന്ന ഈ കേവ് കണ്ടപ്പോൾ കണ്ണൻ പറയുമായിരുന്നു, അമ്മ ഇത് ഗുണ കേവ് പോലെ ഉണ്ടല്ലേ എന്ന്. ആദ്യം കണ്ട ആ വഴിയിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാനൊക്കെ പറ്റും കേട്ടോ. എനിക്ക് പേടിയുണ്ട്, ഞാൻ അതിനല്ല എന്തെങ്കിലും പാമ്പ് പേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ കണ്ണമ്മൻ കുറേ മരത്തേക്കടയൊക്കെ കയറി ആ പാറയുടെ അവിടെ പേരെന്തൊക്കെയോ എഴുതി വെച്ചു. പിന്നെ ഞാനും കൊച്ചും കുറേ നേരം പാറയിലൊക്കെ ഇരുന്നു തണലത്ത്. വെള്ളമൊക്കെ തിരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ പുതിയ സ്ലൈഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഊർന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തോട്ടിൽ കുറച്ച് കുഞ്ഞു ഗപ്പികളെ കണ്ടു. കണ്ണമ്മോൻ എന്നോട് പറഞ്ഞു നമുക്കതിനെ പിടിച്ചുകൊണ്ട് പോകാമെന്ന്. പിന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ പേരയ്ക്ക പറിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ പറമ്പിൽക്കൂടെ നടന്നു കേട്ടോ കുറച്ച് നേരം. പേരയ്ക്ക പോയിട്ട് ഒരു കുഞ്ഞു പേരയ്ക്ക പോലും കാണാൻ പറ്റിയില്ല ഗൈസ്. പേരമരമൊക്കെ വെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അടുത്ത് നിന്നൊരു കുഞ്ഞു പേരയിൽ പേരയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ കയറി പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.